അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അൾട്രാ വോയിസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലൂടെ അടുത്ത ഒരു അവസരത്തിൽ നിങ്ങളോട് അഭിസംബോധന ചെയ്യുകയാണ്. ഈ അടുത്ത് നമ്മുടെ മാർഗത്തെക്കുറിച്ചും നമ്മുടെ മശായിഖുമാരെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ മശായിഖുമാരുടെ കിതാബുകളെ പുസ്തകങ്ങളൊക്കെ കുറിച്ചും പല രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പല ആളുകളും രംഗത്ത് വന്നിട്ടുണ്ടായി. വ്യക്തിപരമായിട്ട് ആരോടും പ്രത്യേകിച്ചൊന്നും പറയാൻ ഇല്ല എങ്കിലും നിഷ്പക്ഷമായി ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഓരോ കാര്യങ്ങളുടെയും വ്യക്തമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വ്യക്തമായ ഒരു പഠനത്തിന് തയ്യാറാവേണ്ടതുണ്ട്. അത് പറഞ്ഞു കൊടുക്കൽ അനിവാര്യമാണ്. ഇവർ ഉന്നയിക്കുന്ന പല വിഷയങ്ങളിൽ പലതും സത്യത്തിന് എതിരായിട്ടുള്ള സംസാരങ്ങളും ഒക്കെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അള്ളാഹുവിനെ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായ പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കൽ അനിവാര്യമാണ്. ഇതിനു വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ മുഴുവനും വന്നിട്ടുള്ളത്. അതിനുശേഷം ഔലിയാക്കൾ വന്നിട്ടുള്ളത്, മഹത്തുക്കൾ വന്നിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ടാണ്. അവരിലൂടെയാണ് യഥാർത്ഥമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും ഒക്കെ പഠനം നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഖുർആനിൽ ഇങ്ങനെയൊരു നിബന്ധന കൂടി വെച്ചിട്ടുള്ളത്, വല തുതീമൻ അഗ്ഫൽന ഖൽബഹു അദിക്രിന. ഇത് നമ്മളെപ്പോഴും പറയുന്നൊരു വിഷയം കൂടിയാണ്. കൽബിൽ അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് അശ്രദ്ധവാന്മാരാക്കിയിട്ടുള്ള ആളുകളെ പിന്തുടരരുത് എന്ന് ഖുർആനിൽ ശക്തമായ നിർദ്ദേശമുണ്ട്. ആ ശക്തമായ നിർദ്ദേശം ആര് പാലിക്കുന്നുണ്ടോ അവരാണ് വിജയിക്കുന്ന ആളുകൾ. അപ്പോൾ ആ ശക്തമായ നിർദ്ദേശത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം എന്താണ്? കൽബിൽ അള്ളാഹുവിൻ്റെ ദിക്ർ ഇല്ലാത്തവരെ പിൻപറ്റരുത് എന്ന് പറയുമ്പോൾ കൽബിൽ അള്ളാഹുവിൻ്റെ ദിക്ർ ഉള്ളവരെയാണ് പിൻപറ്റേണ്ടത് എന്ന് നമ്മളതിൽ നിന്ന് പഠിക്കണം. കൽബിൽ അള്ളാഹുവിൻ്റെ ദിക്ർ ഉള്ള ആളുകളെ പിൻപറ്റിക്കൊണ്ട് അവരിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ റിസാലത്തിനെയും അള്ളാഹുവിനെയും ഒക്കെ കൃത്യമായി പഠനം നടത്തി കഴിഞ്ഞാൽ അവനിക്ക് അത് കരസ്ഥമാക്കാൻ സാധിക്കും എന്നത് വാസ്തവമാണ്. ഇവിടെ പറയുന്ന ആളുകൾ നമ്മുടെ ദീനിലാഹി എന്ന പുസ്തകത്തെക്കുറിച്ച് ഇത് ഇന്ന് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് 2-3 ദിവസത്തെ പരിപാടികളിൽ ഇത് ഇന്ന് കിട്ടിയതാണ് ആ സംസാരം തന്നെ വേർഡ് തന്നെയാണ്. ആ 2-3 ദിവസങ്ങളിൽ നടന്നിട്ടുള്ള പരിപാടികളിൽ മുഴുവനും പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഇത് ഇന്ന് കിട്ടി എന്നതാണ്. അവിടെ തന്നെ കളവാണ് ആദ്യം തന്നെ പ്രചരിപ്പിക്കുന്നത്. കളവിലൂടെയാണ് ആ സംസാരങ്ങൾ മുഴുവനും വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അവർ പറയുന്ന കാര്യങ്ങൾ ആദം സഫീഹുള്ളയെക്കുറിച്ച്, ആദം നബിയെക്കുറിച്ച് പല രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ടായി. ശങ്കർജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ദീനിലാഹി പുസ്തകത്തിൽ നിന്ന് അടർത്തിയെടുത്ത വാക്കുകൾ പല രീതിയിൽ അവരോട് സംസാരിക്കുകയുണ്ടായി. ആദം സഫിയുള്ളയെ ഏതൊരു മതത്തിലുള്ള ആളുകളും മുഹമ്മദിയ ഉമ്മത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരു മുസ്ലിം ജനത ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന മതമായ ഇസ്ലാം മതം ഫോളോ ചെയ്യുന്ന ആളുകൾ ആദം സഫിയുള്ള എന്ന പേരിലാണ് ആദം നബിയെ പരിചയപ്പെടുത്തുന്നതും മനസ്സിലാക്കിയിട്ടുള്ളതും വിശ്വസിക്കുന്നതും. എന്നതുപോലെ തന്നെ മറ്റു ഇതര മതസ്ഥർ പല രീതിയിൽ പല വാക്കുകൾ പല വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മഹത്തുക്കളൊക്കെ പരിചയപ്പെടുത്താറുള്ളത്, അവർ മനസ്സിലാക്കി വച്ചിട്ടുള്ളത് അവരുടെ വിശ്വാസങ്ങൾ. പക്ഷെ അതിലൊക്കെ സത്യമുണ്ട്, അത് ഇന്നതാണ്, നിങ്ങൾ പറയുന്ന ശങ്കർജി എന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അതല്ലാത്ത മറ്റൊരു സംസാരത്തിലേക്ക് പോലും വഴിതിരിക്കേണ്ട ആവശ്യം തന്നെയില്ല. അതുപോലെ തന്നെ ആദം സഫിയുള്ളയുടെ ശരീരത്തിലേക്ക് അവിടെ പ്രദർശിപ്പിക്കുന്നൊരു സന്ദർഭത്തെ ഖുർആനിലൂടെ തന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പല ഹദീസുകളിലൂടെയും അത് സംസാരിച്ചിട്ടുമുള്ള കാര്യങ്ങളാണ്.
അവിടെ ആദം സഫിയുള്ളയുടെ കാര്യത്തിൽ ആദം സഫിയുള്ളയെ പ്രദർശിപ്പിക്കുമ്പോൾ അസൂയ മൂത്ത ഇബിലീസ്, അസാസീൽ എന്ന ഇബിലീസ് ആദം സഫിയുള്ളയുടെ ശരീരത്തിലേക്ക് തുപ്പിയപ്പോൾ അത് ജിബ്രീൽ വന്നുകൊണ്ട് അത് തോണ്ടിയെടുത്ത ഭാഗമാണ് പുക്കിൾ കൊടി എന്നത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. പക്ഷേ ഈ വിഷയത്തെ ഒരു പ്രതികരിക്കുക അല്ലെങ്കിൽ ഇതിനെ വിമർശിക്കുക എന്ന മനോഭാവത്തിലൂടെ സംസാരിക്കുന്ന സമൂഹത്തിൽ പ്രത്യക്ഷമായിട്ടുള്ള പല ആളുകൾക്കും ഈ പറയുന്ന വാസ്തവം പോലും അറിയുകയില്ല എന്നതാണ് സത്യം. നഫ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറയുന്ന നഫ്സ്, നമ്മുടെ മാർഗത്തിൽ നിന്ന് നമ്മൾ പഠിപ്പിക്കുന്ന നഫ്സ് എന്താണ്? ഈ നഫ്സിനെ കുറിച്ച് പല ഹദീസുകളിലൂടെയും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു ഹദീസാണ് ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് ഉക്കില ബിഹി ഖരീനഹു മിനൽ ജിന്നി വഖരീനഹു മിനൽ മലായികത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹദീസിൽ എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ഒരു ജിന്നും ഒരു മലക്കും കൂടെ ജനിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇത് അറിയണമെങ്കിൽ നിങ്ങൾ ഖൽബ് ഹയാത്തായിട്ടുള്ള, ഖൽബിൽ അള്ളാഹുവിൻ്റെ ദിക്ർ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു മുരീദിൻ്റെ ഖൽബിലേക്ക് അള്ളാഹുവിൻ്റെ ദിക്ർ നൽകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നൂറിൻ്റെ അഹ്ലുകാരനാക്കാൻ കഴിവുള്ള ഒരു വലിയ മുർഷിദിനെ കണ്ടെത്തിയിട്ട് ആ വലിയ മുർഷിദിലൂടെ നിങ്ങൾ പഠനം നടത്തണം. അപ്പോഴാണ് ഇതിനെ നേരായ രീതിയിലുള്ള അർത്ഥങ്ങളും പഠനങ്ങളും നിങ്ങൾക്ക് നടത്താൻ സാധ്യമാകുന്നത്. ഇവിടെ ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ഓരോ മനുഷ്യൻ ജനിക്കുമ്പോഴും ആ മനുഷ്യൻ ജനിക്കുന്നത് ഭൗമലോകത്താണ്, ഭൂമി ലോകത്താണ്. ഈ ലോകത്തിന് പറയുന്ന പേരാണ് ആലം നാസൂത്ത്. ഈ നാസൂത്തിയായ ലോകത്തിൽ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവനെ ഭൗമലോകവുമായി ബന്ധപ്പെട്ട തഅല്ലുക്കുകളിൽ അല്ലെങ്കിൽ ഒരു ഭൂമി ലോകത്ത് ദുന്യവിയായ ചിന്തയിൽ വഴിതിരിക്കുന്ന, വഴി നടത്തുന്ന, സഞ്ചരിപ്പിക്കുന്ന ഒരു മാധ്യമം അവൻ്റെ ശരീരത്തിലുണ്ടാവണം. അതാണ് നഫ്സ് എന്ന് പറയുന്നത്. അതിൽ ശൈത്താനി അണു തന്നെയാണ്. ഇത് എവിടെ നിന്നാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്? ഇത് കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ ഒരു ദാക്കിറ കൽബിയിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. പിന്നെ ഒരു മലക്കും കൂടെ ജനിക്കുന്നുണ്ട്. ഈ മലക്കിൻ്റെ പർപ്പസ് എന്താണ്? ഉദ്ദേശം എന്താണ്? ലക്ഷ്യം എന്താണ്? ഈ മലക്ക് എന്ന് പറയുന്ന ഈ മാധ്യമം എന്താണ്? ആ മാധ്യമമാണ് കൽബ്. ഇത് അള്ളാഹുവിലേക്ക് വഴിതിരിക്കുന്നതാണ്. ഇത് നിങ്ങൾ പറയുന്ന പോലത്തെ മനസ്സോ അല്ലെങ്കിൽ മൈൻഡോ ഹൃദയമോ അല്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആലം മലക്കൂത്തിൽ നിന്ന് കൊണ്ടുവന്ന ഓരോ മനുഷ്യനിലേക്കും അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് വഴിതിരിച്ച് സഞ്ചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹു തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഒരു മലക്കാണോ ഈ ഖൽബ് എന്ന് പറയുന്നത്? ഈ വിഷയത്തെക്കുറിച്ചാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ആ ഹദീസിനെ ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹദീസിൽ പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ഒരു ജിന്നും ഒരു മലക്കും കൂടെ ജനിക്കുന്നുണ്ട്. ഈ വിഷയമാണ് നഫ്സ്, ഖൽബ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും മൻ അറഫ നഫ്സഹു വഖദ് അറഫ റബ്ബഹു. എന്താണ് ഈ പറയുന്ന ഹദീസുകൾക്കൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള അർത്ഥങ്ങൾ? സ്വന്തം നഫ്സിനെ ഒരുത്തൻ അറിയുകയാണെങ്കിൽ അവൻ അള്ളാഹുവിനെയും അറിഞ്ഞു എന്ന് പറയുന്ന ആ ഹദീസിൻ്റെ വ്യാഖ്യാനം എന്താണ്? അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് എന്തിനാണ്? അതേപോലെ തന്നെ പ്രവാചകന്മാർ ദുആ ചെയ്തിട്ടുണ്ട്. വസ്വാസിൽ ഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ തന്നെ വിവരിക്കുന്ന ആ അധ്യാപനങ്ങൾ ഈ പറയുന്ന ഓരോ വ്യക്തികളും, മനുഷ്യ സമൂഹം, നമ്മുടെ ഉമ്മത്ത്, നമ്മുടെ സമൂഹം, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അതിനെക്കുറിച്ച് പഠനം നടത്തണം. വസ്വാസിൽ ഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഹന്നാസിൻ്റെ ബുദ്ധിമുട്ടിനെ തൊട്ട് കാവലിനെ തേടിയ പ്രവാചകന്മാരെ എങ്ങനെയാണ് വഴിപേച്ചു പോകുന്നത്? അവരെ ആ ഉദ്ദേശം എന്താണ്? ഓരോ മനുഷ്യൻ്റെ ശരീരത്തിലും ഇതുപോലെയുള്ള പൈശാചികമായിട്ടുള്ള ഇടപെടലുകൾ ഓരോ മനുഷ്യരിലും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ആ ആലിമീങ്ങളെന്ന് പറയുന്ന ഈ വിഷയത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ആളുകൾ അടുത്ത ഒരു കാര്യം, ഇതിനെ ഏകദേശം ഒരു രീതിയിൽ സംസാരിക്കുക, ചർച്ച ചെയ്യുക എന്ന് മാത്രമാണ് ലക്ഷ്യം. ഇൻഷാ അള്ളാഹ് ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചുകൊണ്ട് വിശദമായിട്ട്
മറ്റുള്ള അവസരങ്ങളിൽ ഇൻഷാ അള്ളാഹ് നമ്മൾ കൃത്യമായ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. ആലം അർവാഹിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് കേവല ബോധം പോലും ഇല്ലാത്ത ആളുകളാണ് ഈ നമ്മുടെ മാർഗത്തെക്കുറിച്ചും നമ്മുടെ പുസ്തകങ്ങളെക്കുറിച്ചും നമ്മുടെ മശായിഖുമാരെക്കുറിച്ചും വളരെ മോശമായിട്ടൊക്കെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നിഷ്പക്ഷമായിട്ട് ഏതൊരുവനും ചിന്തിക്കാനും പഠനം നടത്താനും കൃത്യമായ ഒരു പ്ലാറ്റ്ഫോം തന്നെ നമുക്കുണ്ട്. അൾട്രാ ടി വി, ഉറുദു ഹിന്ദിയൊക്കെ അറിയാവുന്ന ആളുകൾക്ക് അൾട്രാ ടി വിയിൽ തന്നെ ഇതിനുള്ള ഉത്തരങ്ങളുണ്ട്. ഇവരുമായിട്ട് കൃത്യമായിട്ട് ചോദിക്കാനും ഇടപഴകാനും നിങ്ങൾക്ക് സംശയ നിവാരണത്തിനൊക്കെ അൾട്രാ ടി വിയിൽ തന്നെ അതിനുള്ള സഹായങ്ങളും അതിനുള്ള അവസരങ്ങളും സജ്ജീകരിച്ചിട്ടുമുണ്ട്. മലയാളികൾക്ക് വേണ്ടി മാത്രമാണ് അൾട്രാ മിഷൻ എന്ന യൂട്യൂബ് ചാനൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അതും അൾട്രാ ടി വിയിലുള്ള ക്ലാസ്സുകളെയും നമുക്ക് സമൂഹത്തിന് നൽകേണ്ട മെസ്സേജുകൾ തർജ്ജമ ചെയ്തുകൊണ്ടാണ് അൾട്രാ മിഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആലം അർവാഹിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയണമെങ്കിൽ അവിടെയും എന്ത് വേണം? വലാ തുതിമൻ അഗ്ഫൽന ഖൽബുഹു അൻ ദിക്രിന എന്ന ഖുർആനിൻ്റെ അധ്യാപനം ഫോളോ ചെയ്യേണ്ടതുണ്ട്. കൽബിൽ അള്ളാഹുവിൻ്റെ ദിക്റുള്ളവരെ പിൻപറ്റണം. ആ ദിക്റില്ലാത്തവരെ പിൻപറ്റിക്കഴിഞ്ഞാൽ അവർക്കറിയാത്ത ഒന്നിനെയാണ് അവരിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നത്, ഓരോരുത്തരും പഠിക്കുന്നത്. ഈ കൽബിൽ അള്ളാഹുവിൻ്റെ ദിക്റുള്ള ആളുകളിൽ നിന്ന് നിങ്ങളൊരു പഠനം നടത്തുകയാണെങ്കിലോ അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ സഹായം അവിടെ ഉണ്ടാവുകയും അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ നിങ്ങൾക്ക് പഠനം നടത്താനും നിങ്ങൾക്ക് സാധ്യമാകും എന്നത് വാസ്തവമാണ്. സമൂഹം ഈ ഒരു വിഷയത്തെ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്കിതിനെ കൊണ്ടുപോകാവുന്നതാണ്. അലസ്തു ബി റബ്ബിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിലെ അധ്യാപനം എന്താണ് സൂചിപ്പിക്കുന്നത്? ആലം അർവാഹിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഖുർആനിൽ തന്നെ വിവരിക്കുന്നുണ്ട്. അലസ്തു ബി റബ്ബിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് 172 അധ്യായം എന്താണ് പറയുന്നത്? അലസ്തു ബി റബ്ബിക്കും ഖാലു ബലാ ഷഹിദിന ഇന്നാ കുന്ന അൻ ഹാദാ ഗാഫിലീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൻ്റെ അധ്യാപനം എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? തങ്ങളുടെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്ന് അവരുടെ മുതുകകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും അവരുടെ കാര്യത്തിൽ അവരെ തന്നെ അവൻ സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. അവൻ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന ചോദ്യം. അവിടെ നമ്മൾ മനസ്സിലാക്കണം. അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഈ ഉടമ്പടി എന്ന് ചെയ്തതാണ്, എന്ന് സംഭവിച്ചതാണ്. ഇത് ആലം അർവാഹുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ അവിടെ നിന്ന് സംഭവിക്കുന്നതാണ്. അതിന് പിന്നീടാണ് ഓരോ മനുഷ്യനിലും ആവശ്യമായ അർവാഹുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആലം അർവാഹിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ആ അർവാഹുകളെ ഭൗമലോകത്തേക്ക് നിയോഗിച്ച അല്ലെങ്കിൽ നിശ്ചയിച്ച അർവാഹുകളെ ഭൗമലോകത്തേക്ക് കൊണ്ടുവരേണ്ട സമയമാകുമ്പോൾ അതിനൊരു ജസദ്, ഒരു ജിസ്മ്, ഒരു രൂപം ഇവിടെ ഉണ്ടാക്കും. ഇതാണ് ഓരോ ഗർഭപാത്രത്തിൽ നിന്നും ഉണ്ടാകുന്ന ആ കിടാങ്ങളിൽ കുട്ടികളിൽ അള്ളാഹു എന്ത് ചെയ്യുന്നു? ആ അർവാഹുകളെ നിയോഗിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഓരോ കുട്ടി ജനിക്കുന്ന സന്ദർഭങ്ങളിലും ഓരോ മനുഷ്യൻ ജനിക്കുമ്പോഴും എന്തുകൂടിയുണ്ട്? ഓരോ ജിന്നും ഒരു മലക്കും കൂടി ആ ജനനത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ജനിക്കുന്നുണ്ട് എന്ന ഹദീസ് കൂടി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സംഗതി എവിടെയാണ് സംഭവിക്കുന്നത്? ആലം അർവാഹിലാണ് സംഭവിക്കുന്നത്. ഈ ആലം അർവാഹിൽ സംഭവിച്ച ആ അർവാഹുകളുടെ ആ ലോകത്ത് സംഭവിച്ച അള്ളാഹുവിൻ്റെ ഹക്കൂമിയത്ത്, ഹിക്മത്തുകൾ എങ്ങനെയാണ് ഒരാൾ കരസ്ഥമാക്കേണ്ടത്? അവിടെയും ഒരു ദാക്കിറ കൽബിയിൽ നിന്ന് നിങ്ങൾ കരസ്ഥമാക്കണം. ഇല്ല എങ്കിൽ അവിടെയും തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഖുർആനിൽ പറയുന്നുണ്ട് എന്ത്? തീർച്ചയായും ഞങ്ങൾ ഇതിനെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരായിരുന്നു എന്ന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ പറഞ്ഞേക്കും എന്നതിനാലാണ് അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് ആലം അർവാഹിൽ നിന്ന് ഒരു ഉടമ്പടി ചെയ്തിട്ടുള്ളത്. ആ ഉടമ്പടി മറന്നുകൊണ്ടാണ് ഈ പറയുന്ന ഓരോ വിഭാഗവും ഓരോ മനുഷ്യന്മാരും അല്ലെങ്കിൽ ഓരോ വ്യക്തികളും ഈ നമ്മുടെ മാർഗത്തെക്കുറിച്ചും നമ്മുടെ ഈ പുസ്തകങ്ങളെക്കുറിച്ചും മഹത്തുക്കളെക്കുറിച്ചും ഒക്കെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൽ പറയുന്ന അള്ളാഹുവിൻ്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ മറ്റൊരു വിഷയത്തെ പരാമർശിക്കുന്നുണ്ട്. ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി എന്ന ബുഖാരി
കിതാബിൽ ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് ഉണ്ട്. 6227 ഹദീസാണ്. നിങ്ങൾക്കടുത്ത് പരിശോധിച്ച് നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിനെ അവൻ്റെ രൂപത്തിലാണ് സൃഷ്ടിച്ചത് എന്ന ആ ബുഖാരിയിലെ ഹദീസിനെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നതുകൊണ്ട്, അതേപോലെ തന്നെ ആയത്തുൽ കുർസിയൊക്കെ കൃത്യമായിട്ട് നിങ്ങളൊക്കെ ഒരു പഠനം നടത്തല് അനിവാര്യമാണ്. ഈ പറയുന്ന ഹദീസ് കൊണ്ട് അള്ളാഹുവിന് ഭാഗങ്ങളുണ്ട്, മനുഷ്യനെ പോലത്തെ ഒരു ഭാഗമുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ കുറേ വിഷയങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസപരമായി നമ്മുടെ ഈമാനിനും അല്ലെങ്കിൽ ഈമാൻ കാര്യങ്ങളുടെയും ഈമാനിൻ്റെ വിശ്വാസപരമായ ഉസൂലിന് എതിരാകുന്ന പല രീതിയും ഇവിടെ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നത് വാസ്തവമാണ്. പക്ഷേ അള്ളാഹു പറയുന്നത് എന്താ? അള്ളാഹു പറയുന്നതായിട്ട് ഹബീബ റസൂൽ തങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിനെ അവൻ്റെ രൂപത്തിലാണ് സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ രൂപത്തിലാണ് ആരെ പടച്ചത്? ആദമിനെ പടച്ചത്. ആദം സൃഷ്ടിയാണ്, അള്ളാഹു സൃഷ്ടാവാണ്. അള്ളാഹു എന്നത് മനുഷ്യനല്ല. ആ അള്ളാഹുവിന് ഉറക്കോ ഉണർവോ മറ്റ് എന്തും തന്നെ ബന്ധപ്പെട്ടതല്ല, അവനിക്കത് ബാധിക്കുന്നതല്ല എന്നും ഈ പറയുന്ന ഹദീസുകളിലൂടെ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ മനുഷ്യനെ പോലത്തതല്ല, പക്ഷെ രൂപം ആരുടേതാണ്? അള്ളാഹുവിൻ്റേതാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കണങ്കാല് വെളിവാകുന്ന വിഷയങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ഖുർആനിൽ പല സന്ദർഭങ്ങളിലൂടെയും പഠിപ്പിക്കുന്നുണ്ട്. ടോട്ടൽ ഈ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾ പറയുന്നതുമായിട്ട് വളരെ വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ ഹക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഖൽബിൽ അള്ളാഹുവിൻ്റെ ദിക്റുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ മനസ്സിലാക്കുന്ന ഓരോ വിഭാഗം ഓരോ ജനതയിലുമുണ്ട്, ഓരോ മതവിശ്വാസികളിലുമുണ്ട്, ഓരോ മതങ്ങളിലും ഈ രീതിയിൽ ഹക്കിനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവരോടാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്, അവരെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ സർവമത സത്യവാദം എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റടിക്കങ്ങോട്ട് തള്ളിക്കളയാവുന്നൊരു വിഷയമല്ല. എന്താണ് സർവമത സത്യവാദം? ഇത് നിങ്ങൾ പഠിക്കണം. സർവമത സത്യവാദം എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളും ശരിയാണ് എന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാ മതങ്ങളിലും ശരിയായ ആളുകൾ ഉണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിന് തെറ്റായിട്ട് വരുന്നത്? ഇത് തെറ്റല്ല. എല്ലാ മതങ്ങളിലും ശരിയായ ആളുകൾ ഉണ്ടായത് കൊണ്ടാണ് എല്ലാ മതങ്ങളിലുള്ള ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണത്? അപ്പോൾ മുസ്ലിം ഉമ്മത്ത് മാത്രമാണ് ഹക്കിൻ്റെ അഹ്ലുകാര്, ശരിയായ മാർഗം എന്നും അവിടെ കൂട്ടിച്ചേർക്കുമ്പോൾ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഒരു ഹദീസിനെ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു ഹദീസുണ്ട്. എന്താണത്? യഹൂദ വിഭാഗം 71 വിഭാഗമാകും. അതിൽ ഒരു വിഭാഗം എന്തു ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിക്കും, ബാക്കിയെല്ലാം നരകത്തിലാണ്. ഇനി ക്രിസ്തുമത വിഭാഗം 72 അതിൽ 1 സ്വർഗത്തിലും ബാക്കി 71 വിഭാഗവും എന്താണ്? നരകത്തിലുമാണ്. അള്ളാഹുവാണ് സത്യം. എന്താ? അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമാകും, അതിൽ 1 മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക, ബാക്കിയെല്ലാം നരകത്തിലാണ്. കുല്ലഹും ഫിന്നാർ ഇല്ല വാഹിദ. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനൊരു മെസ്സേജ്, ഇങ്ങനൊരു ഹദീസിനെ പറയാനുണ്ടായ കാരണം എന്താണ്? കാര്യം എന്താണ്? ഇതുകൂടി നമ്മൾ ഇവിടെ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്ന എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇത് മാത്രമാണ് ഹക്കിൻ്റെ അഹ്ലുകാരെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറയുന്ന ഹദീസിനെ അത് എതിരായിട്ട് വരുന്നില്ലേ? അപ്പോൾ ഇതിലും എന്തുണ്ട്? ഈമാനിൻ്റെ തരത്തിലേക്ക് എത്താത്ത അല്ലെങ്കിൽ പ്രവേശിക്കാത്ത ആളുകളുണ്ട്. അവർ നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരും. ഈമാനിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു തരത്തിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഇത് മറ്റു മതങ്ങളിലും മറ്റു പ്രവാചകന്മാരുടെ അനുയായികളിലും ഈ ഒരു വിഷയം സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഹക്ക്. ഇങ്ങനെ മനസ്സിലാക്കാതെ നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിലും അള്ളാഹുവിൻ്റെ പരമസത്യത്തിലും നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്? ഇത് സത്യത്തിന് എതിരല്ലേ?
അള്ളാഹു എന്ന പരമസത്യത്തിൻ്റെ കഴിവിനെയും അവിടുത്തെ ഓരോ കാര്യങ്ങളിലും സിഫാത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മറ്റു മതങ്ങളിലുള്ള ആളുകളിലും സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുണ്ട് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസിനെ നമ്മൾ ഓരോരുത്തരും മുറുകെ പിടിക്കേണ്ടതില്ലേ? പക്ഷെ ഇവിടെ ചെയ്യുന്നത് ഇതിന് എതിരല്ലേ? പിന്നെ അതിൽ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തിയ ചില ആളുകളുണ്ട്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ അരികിൽ ഇസ്ലാം മാത്രമാണ് പ്രാധാന്യമുള്ളത് എന്ന രീതിയിൽ പറയുന്ന ചില ആളുകളുണ്ട്. ഇസ്ലാം എന്നത് എന്താണ്? അവിടെ ഉപയോഗിച്ച ഇസ്ലാം എന്താണ്? കീഴൊതുങ്ങുക എന്നതാണ്. അവിടെ കീഴ്പ്പെടുക, അങ്ങനെ ആ ഒരു തരത്തിലേക്ക് ഇസ്ലാം എന്നതിനെ നിങ്ങൾ മനസ്സിലാക്കണം, ഓരോരുത്തരും മനസ്സിലാക്കണം. ഇവിടെ മനസ്സിലാക്കുന്നിടത്ത് പിഴവ് പറ്റിയത് കൊണ്ടാണ് ഈ പറയുന്ന എല്ലാ വിഷയങ്ങളും വിമർശന മനോഭാവത്തിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം ഇൻഷാ അല്ലാഹ് തുടർച്ചയായിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ കൂടുതൽ നമ്മുടെ ചാനലിലൂടെ അൾട്രാ വോയിസ് മലയാളം എന്ന ഈ ചാനലിലൂടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.